ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ട്രെയിൻ ജേർണിയുടെ തലേ ദിവസം ഞാൻ എടുക്കുന്ന വീഡിയോ കേട്ടോ. രാത്രിയിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഞാൻ ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മുടെ ട്രാവൽ ഫുഡ് എല്ലാം കുക്ക് ചെയ്യുന്ന ആ ഒരു തിരക്കിലാണ്. അപ്പൊ ഞാൻ ഓർത്തു നിങ്ങളെയും കൂടെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ സമയമില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഞങ്ങൾക്ക് ഫുഡിനായിട്ട് റൈസിന്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ലെമൺ റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓൾറെഡി ഗ്യാസ് സ്റ്റൗമ ഒരു പാനിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഞാൻ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് എനിക്ക് നമ്മുടെ ലെമൺ റൈസ് ഉണ്ടാക്കണം. മോര് ഓൾറെഡി ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. മോര് നമ്മൾ കാച്ചുമ്പോൾ ഒട്ടും തന്നെ പുളിയില്ലാത്ത മോര് നോക്കി എടുക്കുന്നതായിരിക്കും ട്രാവലിങ്ങിന് കൂടുതൽ നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ലെമൺ റൈസ് ഓൾറെഡി പുളിയാണ്, പിന്നെ മോര് കാച്ചിയതും പുളിയാവുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റൈസ് ആണെങ്കിൽ ഞാനിവിടെ ചെറുമണി അരിയുടെ റൈസ് എടുത്തിട്ടാണ് ഇന്ന് കുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നല്ലപോലെ തന്നെ കുക്ക് ചെയ്ത് അതിന്റെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ വറുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിനകത്ത് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയ്ക്കാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഫുഡ് എടുക്കുന്നത് ആകെ 2 ദിവസത്തിന് മാത്രമാണ്. 3-ാം ദിവസത്തേക്കുള്ളത് വാങ്ങിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ 3-ാം ദിവസം ഞങ്ങൾ ബസ്തിയിൽ എത്തുകയും ചെയ്യും. പിന്നെ ഇവിടെ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ജീരകം, അതുപോലെ കുറച്ച് കടുക് രണ്ടും ഇട്ടിട്ടുണ്ട്. ജീരകം ഇടുന്നത് നമുക്ക് വയറിന് ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഇത്തിരി ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഇത്രയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യം കുറച്ച് മഞ്ഞപ്പൊടി ഇത്തിരി നന്നായി ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ലെമൺ റൈസിന് മൊത്തത്തിൽ ആ ഒരു യെല്ലോയിഷ് കളർ വരണം. അപ്പോഴാണ് നമ്മുടെ റൈസ് കാണാൻ തന്നെ ഒരു ഭംഗി വരുള്ളൂ. അപ്പൊ അത് ഇട്ട് ഒന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോ ഞാനിവിടെ ഓൾറെഡി പിഴിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു കുറച്ച് നാരങ്ങ എടുത്ത് ഞാൻ പിഴിഞ്ഞെടുത്തായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് എണ്ണ ഒന്നും നോക്കിയില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ചോറിന് മൊത്തത്തിൽ ഒരു പുളിരസം കിട്ടാനുള്ള ആവശ്യമുള്ള അത്രയും നാരങ്ങ എടുക്കാന്നാണ്. അപ്പൊ ഞാൻ കപ്പില് ഓൾറെഡി ഒരു കുറച്ച് നാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ലെമൺ ജ്യൂസ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് റൈസും കൂടി ഇട്ട് നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് തണുപ്പിക്കാനായിട്ട്. നല്ലപോലെ തന്നെ തണുത്ത് കിട്ടണം. അപ്പൊ ഫാനൊക്കെ ഓണാക്കി ഇവിടെ റെഡിയാക്കി 2 പാനിലായിട്ട് 2 പാത്രങ്ങളിലായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് തുറന്ന്. അത് തണുത്ത് കിട്ടിയാലാണ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നല്ലപോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ട്രാവൽ ഫുഡ് എപ്പോഴും പാക്ക് ചെയ്യാവൂ. അപ്പൊ എന്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ട്രാവൽ ഫുഡ് നമ്മളുടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രാവശ്യം കേടായി എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തണുക്കാതെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടാവും. അതാണ് അതിന്റെ മെയിൻ റീസൺ. പിന്നെ ചിലര് ചെറിയുള്ളി, സബോള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടാറുണ്ട്. അങ്ങനെ കിട്ടുകഴിഞ്ഞാലും റൈസ് കേടാവും കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ഇതിനകത്തേക്ക് അങ്ങനെ ചെറിയുള്ളി അല്ലെങ്കിൽ സബോള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാറില്ല. ഇപ്പൊ നമ്മൾ കാണിച്ചത്ര ഐറ്റംസ് മാത്രം. പിന്നെ മോര് ഞാനിങ്ങനെ ഒരു വാട്ടർ ബോട്ടിലാണ് എടുക്കുന്നത്. കാരണം ഞങ്ങള് സെക്കൻഡ് ഡേയ്സിൽ പോകുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ തന്നെ തണുത്തിരിക്കും, മോരൊക്കെ ഇങ്ങനെ ഉറച്ചിരിക്കും. അപ്പോൾ അതിങ്ങനെ ബോട്ടിലിൽ നിന്ന് റൈസിലേക്ക് വീഴാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് വട്ടമുള്ള ഒരു ബോട്ടിലിൽ നമ്മൾ മോരെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ റൈസ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അലുമിനിയം ഫോയിലിന്റെ ഇങ്ങനത്തെ പ്ലേറ്റുകളിലാണ്. ഇങ്ങനത്തെ പ്ലേറ്റുകളാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. പിന്നെ അവരുടെ പ്ലേറ്റുകളിൽ വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. പിന്നെ ആ സമയത്ത് നമുക്ക് പകർത്തേണ്ട അല്ലെങ്കിൽ ബോക്സിൽ നിന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ ടിഫിനിൽ നിന്നൊക്കെ എടുത്തിടേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് കഴിക്കേണ്ട സമയത്ത് എടുത്ത് കഴിക്കാൻ എളുപ്പമുണ്ട്. ഓരോരുത്തർക്കും ഒരേ പൊതി ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസത്തിനും വേണ്ട എല്ലാ കവറുകളും ഇവിടെ സെറ്റ് ചെയ്ത് ആദ്യം വെച്ചിട്ട് അതിലേക്ക് റൈസ് ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ആയാലും തൊട്ടടുത്ത് തന്നെ അതും തണുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ സ്ഥിരം അമ്മ ഉണ്ടാക്കി ഇങ്ങനെ തരുമായിരുന്നു കേട്ടോ. അപ്പൊ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും ഒട്ടും അറിയാറില്ല. ഇപ്പൊ സ്വന്തം ഉണ്ടാക്കേണ്ടി വരാണ്. അപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ. എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഞാനിപ്പോ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്കും കിടന്നുറങ്ങാൻ. അപ്പൊ ചേട്ടൻ എന്നെ സഹായിക്കാനുണ്ട് കേട്ടോ. ഇവിടെ ചേട്ടനാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ റൈസ് സണ്ണിക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും അതുപോലെ മോര് കാച്ചി അതുപോലെ ലെമൺ റൈസും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ
അപ്പോൾ പണ്ടൊക്കെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർക്കും വേണ്ടി അമ്മ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് അവർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. താഴെ കൊച്ചുങ്ങളും മിടും ഒക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെ കളറൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു വെറൈറ്റി ഫുഡാണെന്നൊക്കെ അവർക്ക് തോന്നും. അപ്പോൾ എന്തായാലും അവർക്കുള്ളതൊക്കെ മാറ്റി വെച്ചു. അവർക്ക് രാവിലെ എന്തായാലും ഞാൻ എണീക്കുമ്പോൾ അപ്പോൾ കൊടുക്കുള്ളൂ. അവരൊക്കെ ഉറങ്ങി കഴിഞ്ഞു ഇപ്പം. അപ്പം അങ്ങനെ ഇതാ പാക്കിങ് നല്ല ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും എന്തിനും ഇത്രയും കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്, ട്രെയിനിൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ പുറത്തുനിന്നായാലും വാങ്ങിക്കാമല്ലോ സ്റ്റേഷനൊക്കെ എത്തുമ്പോൾ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് എന്തോ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഫുഡിനോട് അത്രയ്ക്കും താല്പര്യമില്ല, പ്രത്യേകിച്ച് ജേർണി സമയത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ ചെന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. അതുപോലെയല്ലല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രാവലിങ്ങിന്റെ സമയത്ത് പിന്നെ നമുക്ക് വലിയ പ്രശ്നമാവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയേക്കണേ. പല പ്രാവശ്യങ്ങളിലും ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് തേർഡ് ഡേയിലൊക്കെ. പക്ഷെ എന്തോ എനിക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല. അഞ്ജുനൊക്കെ പിന്നെയും ഇടയ്ക്കൊക്കെ ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ എഗ് ബിരിയാണി അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ചിലപ്പോൾ വാങ്ങിക്കാറുണ്ട്, ബ്രെഡും ഓംലേറ്റും അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഒക്കെ ട്രെയിനിലൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ അല്ലല്ലോ റൈസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ കൊണ്ട് എന്തോ കുഴപ്പമൊന്നുമില്ല, ട്രെയിനിലെ ഫുഡും പ്രോബ്ലം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി എന്തോ ഇഷ്ടമില്ല. ചേട്ടനായാലും ഇങ്ങനെ ലെമൺ റൈസ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ എന്തായാലും പിന്നെ ഇതന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത്തിരി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് കഴിക്കാമല്ലോ. അതെ, അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ ഫുഡ് പാക്കറ്റും അവിടെ റെഡി ആക്കിയതാ, എല്ലാം അടച്ച് അതിന്റെ മുകളിൽ കൂടെ 2 റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ, തുറന്നു പോകാതിരിക്കാനൊക്കെ. ചിലപ്പോൾ നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് പെട്ടതിനൊക്കെ വെക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ചെരിഞ്ഞൊക്കെ പോകാമല്ലോ. പിന്നെ അതിന്റെ കൂടെ ഇത്തിരി പിക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോര് കാച്ചിയത്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പൊ ചിക്കൻ ഫ്രൈ ഞാൻ എന്താ ഇങ്ങനത്തെ അലൂമിനിയം കവറുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പൊ അങ്ങനത്തെ കവറുകളിലാണ് ഇട്ട് വെക്കുന്നത്. റൈസിന്റെ കൂടെ ഒന്നിട്ട് മിക്സ് ആക്കുന്നില്ല കേട്ടോ, ഇത് സെപ്പറേറ്റ് വെക്കുന്നത്. അതുപോലെ മോര് കാച്ചിയത് എല്ലാം സെപ്പറേറ്റ്, പിക്കിളായാലും സെപ്പറേറ്റ്, എല്ലാം കൂടെ അങ്ങനെ മിക്സ് ആക്കി വെക്കുമ്പോഴാണ് അങ്ങനെ കേടായി പോകാനുള്ള സാധ്യത. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ട്രാവലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു കാണുന്നു കരുതുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പൊ നാളെ രാവിലെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയം നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇതുവരെ കഴിഞ്ഞില്ലേന്ന്. അപ്പൊ നാളെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്, കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന വീഡിയോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.